ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു സൈഡ് വേ സെഷൻ ആയിരുന്നു നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 11,727.4 ഓപ്പണായി നിഫ്റ്റി 82 പോയിൻറ്റ്സ് ഉയർന്ന് 11,762.4 ഇന്ന് ട്രേഡ് എൻഡായത്. JSW സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, ഭാരത് പെട്രോളിയം, ഹിൻഡാൽകോ, ഡിവിസ് ലാബ് ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മെറ്റൽ സെക്ടർ ആയിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഗെയിൻ നേടിയിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു ഷാർപ്പ് ഫോളിന് ശേഷം ഇന്നൊരു ചെറിയൊരു ബൗൺസ് ബാക്ക് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ആയിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്കുള്ള പൊസിഷൻസിനുള്ള ഒരു എൻട്രികളായിട്ട് നമ്മൾക്കിപ്പോൾ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ ഈ ഒരു വീക്ക്ലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം വ്യൂവിലൊക്കെ നോക്കുമ്പോൾ ഒരു വീക്ക്ലി ചാർട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഇപ്പോൾ നമുക്ക് കാണാനുള്ളത് ഈ ഒരു വീക്ക് പെർഫോമൻസിൽ. അതുകൊണ്ട് നമുക്കൊരു ലോങ് ടേമിലെ വ്യൂവിൽ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു എൻട്രി പോസിബിലിറ്റീസ് നമുക്കൊരു കൺഫർമേഷൻ ഇല്ല ഇപ്പോൾ നമുക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ലോങ് ടൈമിലൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് മാർക്കറ്റിനെ വാച്ച് ചെയ്തതിന് ശേഷം എൻട്രികൾ എടുക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ള ന്യൂസുകളും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 11,620 എന്നുള്ള ഒരു സപ്പോർട്ട് സോണിനെ ഇപ്പോൾ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാനുണ്ട്. ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഇന്ന് ഹോൾഡ് ചെയ്യുന്നു. ഒരു കൺസോളിഡേഷൻ മോഡിൽ നിലനിൽക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലിനെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നിഫ്റ്റിയിൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള വകകൾ നിലനിൽക്കുന്നു. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഗ്ലോബൽ ന്യൂസുകൾ നമ്മൾ പ്രധാനമായിട്ടും ട്രാക്ക് ചെയ്യണം. കാരണം യൂറോപ്യൻ മാർക്കറ്റിൽ വരുന്ന ഒരു അടുത്ത ലോക്ക്ഡൗണിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ട്രംപ് പുതിയ പാക്കേജുകൾ അനൗൺസ് ചെയ്യണം, കൂടുതൽ വലിയ പാക്കേജുകൾ കൊടുക്കണം എന്ന രീതിയിലൊക്കെ ഒരു അനൗൺസ്മെൻറ്റുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള പ്രതീക്ഷകൾ ഒരു ഇലക്ഷന് മുമ്പ് വരുമെന്നുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ നിലവിലില്ല എന്ന് വേണം കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസുകളെല്ലാം തന്നെ ഈ ഒരു സമയത്ത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു വരുന്ന ദിവസങ്ങളിൽ ഏകദേശം മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ലോങ് പൊസിഷൻസ് എടുക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഇന്നൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കറക്ഷന് ശേഷമുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ ഒരു 200-ഡേ മൂവിങ് ആവറേജ് എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോൺ, ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ അടുത്തൊരു 24,200 വരെയുള്ള റാലി നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റി ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് വരണം, നമുക്കൊരു ബുള്ളിഷ് റാലി തുടരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 24,200 എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലൊരു ബ്രേക്കൗട്ടുകൾ ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സപ്പോർട്ട് സോണായിട്ട് 23,200 എന്നുള്ളൊരു സപ്പോർട്ട് സോണുകൾ, 23,150, 200 എന്നുള്ളൊരു സപ്പോർട്ട് സോണുകൾ ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ നാസ്ഡാക്കിൽ ഇന്നലെ ഒരു നെഗറ്റീവ് എൻഡിങ് ആയിരുന്നു. 54 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ഉണ്ടായത്. ഇന്നത്തെ US ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരു പോസിറ്റീവിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഈ ഒരു സമയത്ത് പോസിറ്റീവിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മാർക്കറ്റിലും തന്നെ 1.5% മുകളിലുള്ളൊരു പോസിറ്റീവ് മൂവുകൾ കാണാനുണ്ട് ഈ ഒരു സമയത്ത്. ഏഷ്യൻ മാർക്കറ്റിലൊരു മിക്സഡ് ട്രെൻഡാണ് ഇപ്പോൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത്. SGX നിഫ്റ്റി ഇപ്പോൾ 31 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ഒരു ഡിക്ലൈൻ ഉണ്ട്. കാരണം ആ ഒരു കൊറോണയുടെ സെക്കൻഡ് വേവും ഫ്രഷ് ലോക്ക്ഡൗണുകളൊക്കെയാണ് ഈ ഒരു ഇമ്പാക്റ്റുകൾക്ക് കാരണമായി നിലനിൽക്കുന്നത്. ഇനി രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റ് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിനാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. 73.34 ഇന്ന് ട്രേഡ് എൻഡായത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നും തുടർച്ചയായിട്ടൊരു നെറ്റ് സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. എന്നാലും ഒരു ചെറിയ സെല്ലിംഗ് ആണ് കാണാനുള്ളത്. 479 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ഇന്നും ഉണ്ടായിരുന്നത്. 429 കോടിയുടെ 430 കോടിക്ക് അടുത്തുള്ള ഒരു നെറ്റ് വിത്ഡ്രോവൽ അവരുടെ ഭാഗത്തു നിന്നും ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോക്കുകളൊന്ന് അനാലിസിസിന് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കായിരുന്നു ജസ്റ്റ് ഡയൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും നല്ലൊരു ഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ കാണാനുണ്ടായിരുന്നു. ഒരു ട്രേഡിംഗ് പോസിബിലിറ്റി നിന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഒരു അപ്പ് മൂവിനുള്ളൊരു സാധ്യതകൾ സൂചനകൾ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഒരു നല്ലൊരു അപ്പ് ട്രെൻഡ് കൊടുത്തതിന് ശേഷം പിന്നീട് നല്ലൊരു കറക്ഷൻ നടന്നിട്ടാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അടുത്ത ദിവസം ഒരു എൻട്രി പോസിബിലിറ്റീസ് ഒരു ട്രാക്ക് ചെയ്തതിന് ശേഷമുള്ള എൻട്രികൾ മതിയായിരിക്കും. ട്രേഡിങ്ങിന് ഇന്നൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. ഇനി അടുത്തായിട്ട് വരും ദിവസങ്ങളിലേക്ക് ശ്രദ്ധിക്കാനുള്ളത് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ ചാർട്ട് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം
ഇത് ഒരു സപ്പോർട്ട് സോണുകളിൽ നിന്ന് ഇപ്പോൾ ഒരു ബുള്ളിഷ് റിവേഴ്സൽ കാണാനുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അതുമാത്രമല്ല 200-ഡേ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു അപ്പ് മൂവിനുള്ള സാധ്യതകളുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് ഒരു 872 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമ്മൾക്കൊരു പക്ഷേ ഒരു പ്രതീക്ഷകൾ ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു പ്രീവിയസ് ഹൈയിൽ നിന്ന് ബ്രേക്ക് ഔട്ടുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾക്ക് ഏകദേശം ഒരു 396 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലും നമ്മൾക്കൊരു പ്രതീക്ഷകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ബാക്കിയുള്ള സ്റ്റോക്കുകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരാഴ്ചത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ മെറ്റൽ സെക്ടർ ആയിരുന്നു ഈ ഒരാഴ്ച മൊത്തത്തിൽ ഒരു പോസിറ്റീവ് മൂഡിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാ സെക്ടറും നെഗറ്റീവിൽ പോയിരുന്നു. അതിൽ തന്നെ മീഡിയ, ബാങ്കിങ്, ഓട്ടോ ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ലോസ് ഈ ഒരാഴ്ച അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ഇത് ബ്ലൂംബർഗിൽ വന്നൊരു ഡാറ്റയാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബറിലെ ഫസ്റ്റ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഡീസൽ സെയിൽസിൽ നല്ലൊരു വർധനവ് ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഒക്ടോബറിലെ ആദ്യ പകുതിയിൽ. അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ റിലാക്സേഷൻസ് കൊണ്ടുവന്നതും അതുപോലെ തന്നെ റെയിനി സീസണൊക്കെ കഴിഞ്ഞു പോയതും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ വരാൻ പോകുന്നു എന്നുള്ള കാരണങ്ങളാണ് ഇതിന് ഇവർ നിരത്തി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി അടുത്തായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എയർ കണ്ടീഷണർ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടുകൾ ഇപ്പോൾ ഗവൺമെൻറ് ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ടേമിനെ ആ ഒരു ഇത് മുമ്പോട്ട് കൊണ്ടുവരുന്നതിനായിട്ടാണ് ഇതൊരു കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പ്രൊമോഷൻ വരുന്നതോടുകൂടി മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പ്രൊമോഷൻ വരുന്നതോടുകൂടി ഇപ്പോൾ ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, ആംബർ എൻ്റർപ്രൈസസ് ഇവർക്കൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് മാറാൻ സാധ്യതകളുണ്ട്. ഇത് പ്രത്യേകിച്ചും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫെസ്റ്റിവൽ സീസണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദീപാവലി സെയിൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല നമ്മൾക്കിപ്പോൾ റെയിനി സീസൺസ് മാറി ഇനി നമ്മൾക്ക് ചൂടുകാലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിമാൻഡുകൾ ഈ ഒരു AC അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ ഇതിൻ്റെയൊക്കെ ഡിമാൻഡുകൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയും നമ്മൾക്ക് ഇനി അങ്ങോട്ടേക്ക് മുമ്പോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഒരു റഡാറിൽ വെക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു സമയത്ത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ WHO ഭാഗത്ത് നിന്ന് വന്ന ഡാറ്റയാണ്. അതിൽ ഇവർ ഏകദേശം 30 രാജ്യങ്ങളിൽ 11,266 പേഷ്യൻസിൽ നടത്തിയൊരു ട്രയൽ പ്രകാരം റെംഡെസിവിർ എന്നുള്ള ആ ഒരു കൊറോണയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ അതിന് മരണനിരക്കിൽ വലിയൊരു ഇമ്പാക്റ്റുകൾ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനെ തുടർന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നിർമ്മാതാക്കളായ ഗിലിയഡ് സയൻസിൻ്റെയൊക്കെ സ്റ്റോക്കുകൾ ഇന്ന് ഒരു നെഗറ്റീവിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ന്യൂസ് അതിനെ സംബന്ധിച്ചിടത്തോളം ഗിലിയഡ് സയൻസും കുറേ ക്ലാരിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് എങ്കിലും ഇത് നല്ലൊരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അത് തുടർന്ന് നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തതായിട്ട് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ മ്യൂച്വൽ ഫണ്ട്സ് പുതിയതായിട്ട് എൻട്രികൾ കൊടുത്ത കുറേ സ്റ്റോക്കുകൾ നോക്കിയാൽ ഇപ്പോൾ റിലീസായ IPOകൾ അടക്കം കുറേ കമ്പനികളിൽ ന്യൂ എൻട്രികൾ എടുത്തിട്ടുണ്ട്. ഇവർ പ്രധാനമായിട്ടും ആദിത്യ ബിർള ഫാഷൻസ്, അലോക് ഇൻഡസ്ട്രീസ്, ഏഞ്ചൽ ബ്രോക്കിംഗ്, കെംകോൺ, ക്യാംസ്, അതുപോലെ തന്നെ ഹാപ്പിയസ്റ്റ് മൈൻഡ്, ഇങ്ങനെ റൗട്ട് മൊബൈൽ, ഇങ്ങനെ കുറേ കമ്പനികളിൽ മ്യൂച്വൽ ഫണ്ട്സ് കമ്പനികൾ എൻട്രി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെപ്റ്റംബറിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓരോ കമ്പനികളിലും എത്ര സ്റ്റോക്കാണ് അക്വയർ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് അക്വയർ ചെയ്തതെന്നുള്ള ഡാറ്റയാണിത്. ഇത് മണി കൺട്രോളിൽ വന്നൊരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡാറ്റ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുറേ കമ്പനികളിൽ നിന്ന് അവർ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും മാക്സ് ഇന്ത്യ, അതുപോലെ തന്നെ ശ്രീ രേണുക ഷുഗേഴ്സ്, ഇങ്ങനെ കുറേ കമ്പനികളിൽ നിന്ന് അവർ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ. അപ്പോൾ ഈ ഒരു ഡാറ്റയും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് Q2 റിസൾട്ട്സ് എന്ന കമ്പനികളിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് HCL ടെക്നോളജീസിൻ്റെ റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂവിൽ 4.2% വർധനവും, എബിറ്റിൽ 9.7% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 7.4% വർധനവുമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 4 രൂപ പെർ ഷെയറിൽ അവരൊരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്. ഇനി അടുത്തായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട്സിലേക്ക് വരുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 23% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 26% ഡിക്ലൈനുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രോസ് NPAയിലും നെറ്റ് NPAയിലും ഒരു ചെറിയൊരു മെച്ചം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു, ചെറിയൊരു കുറവ് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് അപ്ഡേറ്റുകളിൽ കാണാനുള്ളത്. എന്നിരുന്നാലും കൊറോണ കാലത്തുള്ള ഒരു പ്രൊവിഷൻസ്, അതുപോലെ തന്നെ പ്രൊവിഷൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു വർധനവ് അവർക്ക് വന്നതായിട്ടും കാണാനുണ്ട് ഈ ഒരു സമയത്ത്. ഇനി അടുത്തായിട്ട് ഫിലിപ്സ് കാർബൺ ബ്ലാക്കിൻ്റെ റിസൾട്ട്സിലേക്ക് നോക്കുമ്പോൾ റവന്യൂവിൽ 23% ഡിക്ലൈനും, നെറ്റ് പ്രോഫിറ്റിൽ 25% ഡിക്ലൈനുമാണ് റിപ്പോർട്ടായിരിക്കുന്നത്. സെഗ്മെൻറ്റ് വൈസ് വരുമ്പോൾ കാർബൺ ബ്ലാക്ക് സെഗ്മെൻറ്റിൽ 23% ഡിക്ലൈനും, പവർ സെഗ്മെൻറ്റിൽ 7% ഡിക്ലൈനും ഉണ്ടായതായിട്ടാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് സിയൻറ്റിൻ്റെ Q2 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 1.2% വർധനവും, നെറ്റ് പ്രോഫിറ്റിൽ 3% വർധനവും അവർക്കുണ്ടായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട്
ഐനോക്സ് ലെഷറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൊറോണയുടെ ഒരു റിലാക്സേഷൻസ് ഒക്കെ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ റിലാക്സേഷൻസ് വന്നതോടുകൂടി അവർ ഏകദേശം 10 സംസ്ഥാനങ്ങളിൽ അവരുടെ ഓപ്പറേഷൻസ് വീണ്ടും ആരംഭിക്കാൻ പോകുന്നു, അവരുടെ ഫെസിലിറ്റികളൊക്കെ ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് ഒരു പെർമിഷനൊക്കെ കിട്ടുന്നത് പ്രകാരം അവർ ആ ഒരു ഗൈഡ് ലൈൻ അതോറിറ്റികളുടെയൊക്കെ ഗൈഡ് ലൈനൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് അവർ വീണ്ടും ഓപ്പറേഷൻസ് ആരംഭിക്കും എന്നും അപ്ഡേറ്റുകളിൽ പറയുന്നു. ഇനി അടുത്തായിട്ട് പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ US ബേസ്ഡ് ആയിട്ടുള്ള ക്യാപിയറ്റ് സോഫ്റ്റ്വെയറിനെയും അതുപോലെ തന്നെ അവരുടെ സബ്സിഡറി ഇന്ത്യയിലും സിംഗപ്പൂരിലും ഓസ്ട്രേലിയയിലുള്ള സബ്സിഡറിനെയും അക്വയർ ചെയ്യാനായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് അവർ. ഇനി അടുത്തായിട്ട് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓക്ക് നോർത്ത് ഹോൾഡിങ്ങിലുള്ള ഏകദേശം 220 കോടി വർത്ത് ചെയ്യുന്ന ഷെയറുകൾ വീണ്ടും അവർ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അവർ 2 പാർട്ടുകളായിട്ട് ഇവർ ഈ ഒരു കമ്പനിയിലുള്ള ഒരു ഷെയർസൊക്കെ അവർ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെയിലോടുകൂടി ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അവർ QIPയും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേക്ക് സെയിലും വഴിയായിട്ട് ഏകദേശം 2493 കോടി റേസ് ചെയ്തു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അലംബിക് ഫാർമയ്ക്കും അതുപോലെ തന്നെ കാഡില ഹെൽത്ത് കെയർ ഇവർക്ക് രണ്ടുപേർക്കും USFDAൻ്റെ ഭാഗത്ത് നിന്ന് ടാബ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കമ്പനികൾക്കും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകളും ന്യൂസുകളും ഒന്ന് ട്രാക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷനും ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന ന്യൂസുകളും ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം അത് ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ഇമ്പാക്റ്റുകൾ കൊടുക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ചും കൊറോണയും അതുപോലെ തന്നെ ലോക്ക്ഡൗണിനെ സംബന്ധിച്ച ന്യൂസുകൾ. അതുപോലെ തന്നെ WHOൻ്റെ ഈ ഒരു ഫൈൻഡിങ്, അതായത് റെംഡെസിവിർ എന്ന് പറഞ്ഞ ഒരു കൊറോണയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള മെഡിസിനെ സംബന്ധിച്ചുള്ള ന്യൂസുകളും ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.